എന്താടാ, എന്താ സംഭവിച്ചത്? ഒന്നും അറിയില്ല അഭിയേട്ടാ. ഞങ്ങളെല്ലാരും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആകാശ് എന്ന് കാര്യം പറയുന്നത്. വയറുവേദന ഉണ്ടെന്ന് അങ്കിൾ അതിനു മുമ്പേ പറഞ്ഞിരുന്നു. അമൃതേശി സംശയം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓടിച്ചെന്ന് നോക്കി. അപ്പോഴേക്കും ബോധം കെട്ട് കിടക്കായിരുന്നു അങ്കിള്. ഈ ഹോട്ടലിൽ നിന്ന് പോയിസണിങ് ഉണ്ടായെന്നാണ് നാട് മുഴുവൻ പറയുന്നത്. അതെങ്ങനെയാ സംഭവിക്കുക? അത് ഞങ്ങളാരും ഭക്ഷണം കഴിച്ചില്ലായിരുന്നു. ആകാശ് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോഴാണ് സംഭവം. അങ്കിള് കഴിച്ചോ? ഊണ് കഴിച്ചിട്ടില്ല, അത് ഉറപ്പാ. ഊണിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അങ്കിള് പറഞ്ഞത് നല്ല വയറുവേദനയുണ്ട്, കുറച്ച് കിടക്കാൻ പോവാണെന്ന്. അവിടുന്ന് ആകാശ് എന്നെ വിളിച്ചു പറഞ്ഞത് അമൃത ഭയങ്കര കരച്ചിലും ബഹളമെന്നാ. സംഗതി ഫുഡ് പോയിസണിങ് ആണെങ്കിൽ കുറച്ച് സീരിയസ് കേസാ. അല്ല, അങ്കിളിന്റെ അവസ്ഥ എന്താ? ഇപ്പൊ കൊണ്ടുവന്നല്ലേ ഉള്ളൂ. കൊണ്ടുവരുമ്പോഴും ശരിക്കും ബോധമില്ല, തളർന്നു വീണ അവസ്ഥയിലാ. അനക്കകത്തേക്ക് പോയിട്ടുണ്ട്. അവള് വരട്ടെ. എടാ, എവിടെയോ ഒരു പ്രശ്നം മണക്കുന്നുണ്ട്. ആരോ മനഃപൂർവ്വം ചെയ്ത പോലെ. എന്ന് വെച്ചാ? എന്തായാലും പഞ്ചരത്നത്തിലുള്ള ജീവനക്കാർക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റാൻ സാധ്യതയില്ല. ഇനി പുറത്തുനിന്ന് ആരെങ്കിലും ഒരുക്കിയ ട്രാപ്പാണെങ്കിലോ? അങ്ങനെ ഇപ്പൊ ആരാ ചെയ്യുക? ഇവർക്കാണോ ശത്രുക്കൾക്ക് പഞ്ഞം? ധാരാളം പേരില്ലേ? അവരാരെങ്കിലും പ്ലാൻ ചെയ്തൊരു ക്രൈമാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതുറപ്പാ. എടാ, ഇതാരോ മനഃപൂർവ്വം ചെയ്തു തന്നെ. നഗരത്തിലെ ഹോട്ടലിലുണ്ടായ ഭക്ഷ്യവിഷബാധയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. 5 സഹോദരിമാർ ചേർന്ന് നടത്തുന്ന പഞ്ചരത്നം എന്ന ഹോട്ടലിലാണ് സംഭവം. അമൃത, അനഘ, അഖില, ആരാധ്യ എന്നീ സഹോദരിമാർ നടത്തുന്നതാണ് ഈ ഹോട്ടൽ. ഇതിലെ മൂത്ത സഹോദരിയായ അമൃതയുടെ പേരിലാണ് ഹോട്ടലിന്റെ ലൈസൻസ്. ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വിവിധ ആശുപത്രികളിലായി 10-ലധികം പേർ ചികിത്സയിലുണ്ട്. ഇതിൽ 5 പേരുടെയെങ്കിലും നില അതീവ ഗുരുതരമാണെന്നാണ് സൂചന. 20ഓളം വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത്. രുചികരമായ ഭക്ഷണം ലഭിക്കുന്നതിന്റെ പേരിൽ ഭക്ഷണപ്രേമികളുടെ പ്രശംസ ഏറെ ഏറ്റുവാങ്ങിയ ഹോട്ടലാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. പോലീസും ഭക്ഷ്യസുരക്ഷാ വകുപ്പും അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം. ഹോട്ടൽ പൂട്ടുന്നതും ഉടമസ്ഥരായ സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതും അടക്കമുള്ള നടപടികളിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. എന്താ പോരെ? മതി, ഇത് ധാരാളം മതി. പഞ്ചരത്ന അടിയോടെ പിഴുതെറിഞ്ഞു. അറസ്റ്റ് ഉണ്ടാവുമല്ലേ? സംശയം എന്താ? ഹോട്ടലിന്റെ ലൈസൻസ് അമൃതയുടെ പേരിലാ. അമൃതയെ അറസ്റ്റ് ചെയ്യും. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.